ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ ഡേ ഇൻ മൈ ലൈഫാണിന്ന് നമുക്ക്. അപ്പോൾ ഞാനപ്പോൾ വല്യമ്മയുടെ വീട്ടിലായതുകൊണ്ട് തന്നെ വല്യമ്മയുടെ വീട്ടിലുള്ള ഡേ ഇൻ മൈ ലൈഫായിരിക്കും നിങ്ങൾ കാണുന്നത്. എൻ്റെ വീട്ടിലാണെങ്കിൽ കുറച്ചുകൂടി വ്യത്യാസം ഉണ്ടാവും, കാരണം അവിടെയാണല്ലോ ഞാൻ എപ്പോഴും അവിടെയാണ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയൊക്കെ ആയിരിക്കും ഇവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ് പല്ലൊക്കെ തേച്ച് എല്ലാം സെറ്റായിട്ടൊക്കെ ഇരിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ അതിന് ശേഷം ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. എനിക്ക് വെള്ളം എന്തായാലും കുടിക്കണം. എനിക്ക് ഫുഡ് കഴിക്കണേക്ക് മുമ്പായിട്ട് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ പുറത്ത് വന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു. വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ, എണീറ്റതിന് ശേഷം ഞാൻ കുറേ നേരം ഇങ്ങനെ വെള്ളം ഒഴിക്കും മുഖത്തേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും എനിക്ക് ആ ഒരു ഉണർവ് കിട്ടത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഉറക്കപ്പിച്ചായിരിക്കും. അപ്പം മുടിയൊക്കെ ഇങ്ങനെ ഇവിടുത്തെ ഈ മുടിയൊക്കെ നനഞ്ഞിരിക്കണം മുഖം കഴുകിയിട്ട്. അപ്പം എൻ്റെ മുഖം എപ്പോഴും ആ ഒരു ഉറക്കപ്പിച്ച് മുഖത്ത് കാണുന്നുണ്ട് ഫുള്ള്. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ഞാൻ തന്നെ എണീറ്റതാണ്, അലാറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. തന്നെ എണീറ്റു. ഞാൻ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ തന്നെ എണീറ്റതായിരിക്കും, എനിക്കറിയത്തില്ല. ഫേസ് അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരുമാതിരി മുഖം കഴുകിയിൽ ഒരുമാതിരി ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ രാവിലെ എണീറ്റതിന് ശേഷം മുഖമൊക്കെ കഴുകിയതിന് ശേഷം പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല, ഇങ്ങനെ തന്നെയാണ് ഇരിക്കാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ തന്നെ കാണിച്ചത്. അല്ലാണ്ട് എണീറ്റ ഉടനെ ഒന്നും ചെയ്യലൊന്നും ഉണ്ടാവാറില്ല. പിന്നെ എവിടെയെങ്കിലും പുറത്തു പോവുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ മുഖത്ത്. അപ്പോൾ അങ്ങനെ ഫേസ് വാഷൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ജസ്റ്റ് മുഖം കഴുകിയിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ ഞാനപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ. അപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, ഭയങ്കര തൊണ്ടവേദനയുണ്ട്. ഇന്നലെ ഞാൻ ഒരു ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഐസ്ക്രീമൊന്നും കഴിച്ച് കഴിഞ്ഞാൽ തൊണ്ടവേദന ഒന്നും വരുന്ന ആളല്ല ഞാൻ. പക്ഷെ ചിലപ്പോൾ പറയില്ലേ, എപ്പോഴാണ് എന്താണ് പോകണമെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ വിചാരിക്കാണ്ടൊക്കെ ഈ ചുമയും ഇതൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ എനിക്കറിയില്ല, എന്തോ എനിക്ക് തൊണ്ടവേദന എടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടുകൂടി ഞാൻ ചൂടുവെള്ളം നോക്കി, പക്ഷേ അതിനകത്ത് ചൂടില്ല. എന്നിട്ട് അതന്നെ കുടിക്കാമെന്ന് വിചാരിച്ച്. എന്നാൽ തണുപ്പില്ല അങ്ങനത്തെ ഒരു വെള്ളം. അപ്പോൾ അതെടുത്തോണ്ടാണ് വന്നത് അടുക്കളയിൽ നിന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ വല്യമ്മയും പൊഞ്ചേച്ചി ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ. അപ്പോൾ വല്യമ്മ ചിലപ്പോൾ രാവിലെ എനിക്ക് എണീക്കുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ പാലുണ്ടെങ്കിൽ പാല് തിളപ്പിച്ച് തരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ പാല് അമ്മ അപ്പോൾ തിളപ്പിച്ച് തരും. അപ്പോൾ ഞാനത് കുടിക്കും. ഉടനെ കുടിക്കില്ല കേട്ടോ, രാവിലെ വെള്ളം കുടിച്ച് എനിക്ക് ഉടനെ പാല് കുടിക്കാൻ പറ്റില്ല. വെള്ളം കുടിച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പാല് കുടിക്കും. അങ്ങനെ ഫുഡ് കഴിക്കും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും. പക്ഷെ രാവിലെ എന്തായാലും വെള്ളം കുടിക്കണം. വെറും വയറ്റിൽ ഉടനെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണ്. അപ്പം ഞാൻ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, ഇത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നല്ല രസമാണ് ആക്ച്വലി ഇവിടെ ഇങ്ങനെ അതൊക്കെ നോക്കിയിരിക്കാൻ. കാറ്റ് വരുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതാവും, ഈ ഒരു ചെടിയൊക്കെ. അപ്പോൾ നല്ല രസമാണ്. പക്ഷെ ഇപ്പോൾ കാറ്റില്ല, ഇടയ്ക്ക് വരും കേട്ടോ. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പച്ചപ്പ് സംഭവങ്ങളൊക്കെ. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് വൈബായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ എണീറ്റ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരും. ചിലപ്പോൾ ഇവിടെ ഇരിക്കണം എന്നില്ല, പക്ഷെ അങ്ങനെ വരും. കുറച്ച് നേരം എന്നിട്ട് ഇതൊക്കെ നോക്കിയിട്ട് അങ്ങനെ അകത്തോട്ട് കയറിപ്പോവും. അപ്പോൾ അമ്മൂമ്മ എന്നോട് പറയായിരുന്നു ഇവിടെ അധികം നേരം ഇരിക്കണ്ട, കാരണം ഇവിടെ ചൊറിയാമ്പുഴു ഇപ്പോൾ എവിടെ നോക്കിയോ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും, പിന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അകത്തോട്ട് പോട്ടെ. ഇനിയിപ്പോൾ ബാക്കി ഞാൻ ഓരോന്ന് ചെയ്യുമ്പോൾ കാണാം. ഓക്കെ ഗൈസ്, ഞാൻ പാല് കുടിക്കാൻ പോകണം. ചൂണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ 2 ഇഡ്ഡലി, അതുപോലെ തന്നെ സാമ്പാർ, പിന്നെ ഇന്നലത്തെ കുറച്ച് കടലക്കറി, പിന്നെ ഉള്ളിച്ചമ്മന്തി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടി കൂട്ടി ഞാൻ കഴിക്കുന്ന രംഗമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്ച്വലി റൈറ്റ് കൈ കൊണ്ടാണ് കഴിക്കുന്നത്. പിന്നെ അത് വീഡിയോ ഓൾറെഡി മിറർ ഇമേജിൻ്റെ ആ ഒരു ഡിഫറൻസ് കിടക്കുന്നതുകൊണ്ടാണ് പിന്നെ അത് ലെഫ്റ്റായിട്ട് വീഡിയോയിൽ ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം അമ്മ അച്ചിങ്ങ മെഴുക്കുവരട്ടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇളക്കാൻ വേണ്ടി ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു.
അവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് നാളായി കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അത് ഇങ്ങനെ കിടക്കുകയാണ്. ഒന്നാമത് ഫോണിൽ സ്റ്റോറേജ് ഇല്ല. അപ്പോൾ ഞാൻ ഓർത്തു അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി വയ്ക്കാമെന്ന്. അപ്പോഴാണ് അമ്മ അച്ഛനെ ഒന്ന് മെഴുക്കുവരട്ടി ഇളക്കാൻ പറഞ്ഞത്. അമ്മ ഇവിടെ വേറെ എന്തോ പണിയിലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും എഡിറ്റിങ് കണ്ടിന്യൂ ചെയ്യണം. ഇനിയിപ്പോൾ ഒരു ഉച്ചവരെ അതൊക്കെ തന്നെ ആയിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഇടയിലൊന്ന് കുളിക്കാൻ പോകും, പറയാൻ പറ്റില്ല. അവർ എഡിറ്റിങ് കഴിയണ പോലെ ഇരിക്കും എല്ലാം. ഒരു മൂഡ് വരുമ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആ മൂഡ് പോയി കഴിഞ്ഞാൽ പിന്നെ എഡിറ്റിങ് നടക്കത്തില്ല. വോയിസ് ഓവറൊക്കെ ചെയ്യണമല്ലോ. അപ്പം ഞാൻ പോയിട്ട് ബാക്കി എഡിറ്റിങ് നോക്കട്ടെ. ഓക്കെ. ഇപ്പോൾ എൻ്റെ അമ്മ ഇവിടെ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അതുകൊണ്ടാണ് അമ്മ എന്നോട് അച്ചിങ്ങ മെഴുക്കുവരട്ടി ഇതാക്കാൻ പറഞ്ഞത്. അപ്പം ഞാൻ ഓർത്തു അമ്മ എന്തോ അവിടെ ഒരു കോള് വന്നപ്പോൾ പോയി. അപ്പം ഞാൻ നനയ്ക്കാമെന്ന് ഓർത്തു. ഞാൻ അറിഞ്ഞില്ല അമ്മ ഇവിടെ നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് നനയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓൾറെഡി നനച്ചു, പിന്നെ വെറുതെ ചുമ്മാ നനയ്ക്കാം. ഇത് ഉണങ്ങിപ്പോയി നോക്കൂ. ഇങ്ങനെ ഇതൊക്കെ സെറ്റാക്കി വെക്കാൻ വേണ്ടി വല്യമ്മ റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ ഇത് ഞാൻ ഓഫ് ചെയ്യട്ടെ. എന്തായാലും കഴിഞ്ഞ് ഇപ്പോൾ വൈകിട്ട് നനയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നേരത്തെ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ എനിക്ക് വിശക്കണില്ല. പക്ഷെ എന്നാലും ഒരു 11 മണിയൊക്കെ ആവാറായി. അപ്പോൾ എനിക്ക് ഇന്നലെ ഞാൻ ക്രീം ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അത് ഓർമ്മ വന്നപ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നി. നമ്മുടെ മറ്റേ ഏതാണെന്നറിയോ, മറ്റേ കണ്ടോ, മിൽക്ക് ബിക്കീസിൻ്റെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ ബിസ്ക്കറ്റ് ഇഷ്ടമില്ലാത്തൊരു വളരെ കുറവായിരിക്കും അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലേ മുതൽ ഞാനിതൊക്കെ ഈ ബിസ്ക്കറ്റൊക്കെ ഒറ്റ പാക്കറ്റിൽ ഒറ്റ ഇരിപ്പിൽ ആക്ച്വലി ഒറ്റ പാക്കറ്റൊക്കെ തിന്ന് തീർക്കുന്നതാണ്. ആ ഒരു മൂഡ് വരണം, ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്യൂട്ടല്ലേ, ഉണ്ടോ? എന്ത് ക്യൂട്ടല്ലേ, ചുടോ ചുക്ക് 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 ചുക്ക്. ഇപ്പോഴത്തെ ഫേസ് ചളങ്ങിയിരിക്കണ്ട്. അയ്യോടാ പാവം, ഇപ്പോഴത്തെ ഫേസ് മൊത്തം ചളങ്ങി. ഇപ്പോൾ കുഴപ്പമില്ല. യമ്മി. അപ്പം ഞാൻ ബിസ്ക്കറ്റ് കഴിക്കട്ടെ. അതുകൊണ്ട് വീണ്ടും എൻ്റെ എഡിറ്റിങ്ങിലോട്ട് ഞാൻ പോകും. ആരുടെ സൗണ്ട് ഇവിടെ കേൾക്കണേ? ഇതാരാ? ആരത്? ലക്കിയാണോ? എന്താണ് ഇങ്ങനെ നോക്കണേ? പാപ്പം കഴിച്ചാനോ ലക്കി? പാപ്പം കഴിച്ചാനോ? എന്താണ് കഴിക്കണേ? ഒന്നും കഴിച്ചിണ്ടായില്ലേ, കൊച്ചു കഴിച്ചല്ലേ. പാപ്പം കഴിച്ചില്ലേ? പാപ്പം കഴിച്ചാണല്ലേ. ഗുഡ്. ഒരു വായ തരോ? എന്താ പാപ്പം കഴിക്കാൻ വൈകിപ്പോയേ? ഇപ്പൊ ഉച്ചക്കലത്തെ പാപ്പം കഴിക്കാറായല്ലോ. ഉച്ചക്കത്തെ പാപ്പം കഴിച്ചാറായല്ലോ. എനിക്ക് തരോ? കൊച്ചു പാപ്പം തരോ? ബാ, ടാറ്റ പോവാം. ബാ, ടാറ്റ പോവാണല്ലേ. ഞങ്ങൾ ടാറ്റ പോവാൻ പോണു. പറയൂ, എല്ലാവരും പറയൂ, ഞങ്ങൾ ടാറ്റ പോവാൻ പറയൂ. ഹായ് പറയൂ. ഹായ് പറയൂ. ലക്കി ഗുഡ് ഗേൾ ആണ് കേട്ടോ. മിടിക്കായിട്ട് പാപ്പൊക്കെ കഴിക്കണ്ട് അല്ലേ. പാപ്പം കഴിച്ചാലേ ഞങ്ങൾക്ക് എനർജി കിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഓടിച്ചേരാൻ പറ്റുള്ളൂ അല്ലേ. എന്താ എന്നെ നോക്കണേ? എന്നെ നോക്കണോ? വീഡിയോയിലാരാ? ആരത്? ലക്കി ഫാൻസാണ് ഇവിടെ മൊത്തം. നോക്കൂ, എല്ലാവരും പിന്നെ കാണാൻ പറയൂ. ബൈ ഗൈസ്, ഞങ്ങൾ കളിക്കാൻ പോണം. ആരുടെ വണ്ടിയിലിരിക്കണേ? എവിടെയാ ഇരിക്കണേ? അമ്മൂമ്മ എവിടെ? അമ്മൂമ്മ എവിടെ? കാണിച്ചെടുത്തേ, അമ്മൂമ്മേനെ കാണിച്ചെടുത്തേ.
ആ ഗുഡ് ഗേൾ. അച്ചിച്ച എവിടെ? ആ അച്ചിച്ചൻ ദേ ഇവിടെ. ആ അപ്പം ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതല്ല, എനിക്ക് പറ്റിയില്ല. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിപ്പോയി. അപ്പം ഞാനപ്പോൾ ആ വാവയൊക്കെ വന്നിട്ട് പിന്നെ ആ വാവേനെയൊക്കെ കളിപ്പിക്കാൻ പോയിട്ട് അതിന് ശേഷം പിന്നെ കുളിക്കാനായിട്ട് ഓടി. പിന്നെ ചോറുണ്ടെണീക്കുമ്പോൾ കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും ലേറ്റ് ആവും. അപ്പം അങ്ങനെ നേരെ കുളിക്കാൻ പോയി. കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ചോറും സാമ്പാറും മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നുള്ളൂ, പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇന്ന് ഫുൾ എഡിറ്റിങ്ങിൻ്റെ ദിവസമായിരുന്നു ഗൈസ്. ഫുൾ എഡിറ്റിങ്. പിന്നെ അതിൻ്റെ ഇടയിൽ അവിടെ അങ്ങോട്ടും അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഓരോന്നൊക്കെ ആയിട്ട് പോയി അമ്മമ്മയുടെ അടുത്തും. പിന്നെ അതിന് ശേഷം ചായ കുടിച്ചു. ഞാൻ അങ്ങനെ ചായ കുടിക്കാറില്ല, നോർമലി അങ്ങനെ കുടിക്കാറില്ല. വല്ലപ്പോഴും കുടിക്കാൻ തോന്നിയാൽ മാത്രം കുടിക്കുള്ളൂ. പിന്നെ ഇവിടെ എനിക്ക് ഒന്നാമത് രാവിലെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് തൊണ്ടവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു സുഖം കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചായ കുടിച്ചതാണ്. വീട്ടിലാണെങ്കിലും ഒരു മൂഡ് തോന്നിയാൽ മാത്രം ചായ കുടിക്കുള്ളൂ. അപ്പം അങ്ങനെ ചായ കുടിച്ചു. അപ്പോഴാണ് ഞാൻ ഓർത്തത് രാവിലെ വീഡിയോ എടുത്തിട്ട് പിന്നെ എടുത്തില്ലല്ലോ എന്ന്. അപ്പം അങ്ങനെ എടുക്കാമെന്ന് ഓർത്ത് ഇങ്ങനെ പുറത്ത് വന്നിരുന്നതാണ്. അപ്പോഴാണ് മറ്റേ സൺസെറ്റൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു റേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ വന്ന് ആ ഒരു സൺറൈസൊക്കെ ഇങ്ങനെ കൊള്ളാനായിട്ട് ഇഷ്ടമാണ്. ഉച്ച സമയത്തും കൊള്ളാനൊന്നും ഇഷ്ടമല്ല സൺറൈസ്. ആകെ ഒരു വൈകിട്ട് മാത്രം. ഉച്ച സമയത്തൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ കരിപ്പെട്ടിയായിട്ടിരിക്കും. ചില ആൾക്കാർക്ക് ഉച്ച സമയത്തും വെയിലങ്ങനെ കൊള്ളണേന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ വിചാരിക്കാറുണ്ട് എന്തൊരു മനുഷ്യരാന്നൊക്കെ വരും. കാരണം അവർക്ക് ആ ഒരു പൊള്ളലൊന്നും ഒരു കുഴപ്പമേ അല്ല. പക്ഷേ എനിക്കൊക്കെ ഭയങ്കരമായിട്ട് പൊള്ളും ഉച്ച സമയത്തൊക്കെ ആ ഒരു ചെറിയ വെയിലടിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചില സമയത്ത് നമുക്ക് കുറേ ഇങ്ങനെ സൺ കിസ്ഡ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നല്ല നല്ല ഫോട്ടോസ് കിട്ടും ഈ ഒരു റേസിൽ. ഇടയ്ക്ക് എടുക്കാറുണ്ട്. ഇടയ്ക്ക് വന്ന് കറക്റ്റ് ആ ഒരു ഗ്ലെയർ നമുക്ക് അടിക്കണത് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഞാനത് കാണുമ്പോൾ തന്നെ ഓടും ഫോട്ടോസ് എടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു വെളിച്ചത്തിൽ ഞാൻ വന്ന് വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് അങ്ങനെ ഇരുന്നതാണ്. അതാകുമ്പോൾ കുറച്ച് വൃത്തിയിൽ മെനയിലൊക്കെ ഇരിക്കും. ഞാൻ രാവിലെ ആ സമയത്ത് പിന്നെ കുളിച്ചിട്ട് ഞാൻ പിന്നെ മുടിയൊന്നും മര്യാദയ്ക്ക് ഏരി വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ നടന്നു. പിന്നെ വീണ്ടും ഇപ്പോഴും ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോസ്. പിന്നെ ഇനിയും എഡിറ്റ് ചെയ്യാനുണ്ട്, കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എൻ്റെ ഫോണിൽ സ്റ്റോറേജൊക്കെ ഇങ്ങനെ വീണ്ടും വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ കിടക്കും. അപ്പോൾ പിന്നെ ആകെ മടിയാവും കുറേ വീഡിയോസ് ആകുമ്പോൾ. ഇപ്പം തന്നെ കുറേ മുമ്പുള്ള വീഡിയോസൊക്കെയാണ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പം അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നുമില്ല. ചിലപ്പോൾ ഇപ്പോൾ മുകളിൽ പോയിട്ടിരിക്കും കുറച്ച് നേരം, എനിക്കിഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പോയിരിക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കണ കാണിച്ചു തരാം. നോർമലി ഇവിടെ വൈകിട്ടാണ് ഞാൻ നനയ്ക്കുന്നുണ്ടെങ്കിൽ നനയ്ക്കാമല്ലോ. പക്ഷെ നമ്മൾ രാവിലെ നനച്ചതുകൊണ്ട് നനയ്ക്കേണ്ടി വരില്ല. വീട്ടിൽ നനയ്ക്കണതൊക്കെ ഇഷ്ടമാണ് ആക്ച്വലി. പക്ഷെ ഓർക്കൂല, പലപ്പോഴും മറന്നു പോകും നനയ്ക്കണ കാര്യമൊക്കെ. അപ്പം അങ്ങനെ. പിന്നെ അമ്മൂമ്മയാണെങ്കിലും അവിടെ എന്തോ ഇതാക്കിയാണ്. അച്ഛനാണെങ്കിലും അവിടെ എന്തോ ടിവിയോ വാർത്ത എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയാണെങ്കിലും എന്തൊക്കെയോ കാര്യത്തിൻ്റെ പുറകിൽ തുണി ഇടാൻ എന്തൊക്കെയോ പോയി. അപ്പം ഞാനപ്പോൾ ഒരു ജസ്റ്റ് കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരിക്കാമെന്ന് ഓർത്തു. അങ്ങനെ. പിന്നെ ന്യൂ ഇയർ ഒക്കെ വരെയല്ലേ. എന്തായാലേ ഒരു വർഷം പെട്ടെന്ന് പോയി. എനിക്കാകെ 2024 ഇപ്പോൾ തുടങ്ങിയ പോലെ മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഇതപ്പോഴേക്കും 2025 പിന്നെ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ കാണിക്കാനായിട്ട് വിട്ടുപോയി. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുക്കണത്. ആരൊക്കെയോ കുറച്ച് പേര് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ എടുത്ത് നോക്കിയതാണ്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുള്ളൂ. ചുമ്മാ ഒരു ട്രയൽ ആൻഡ് എറർ എന്നുള്ള രീതിയിൽ എടുത്ത് നോക്കിയതാണ്. ഇനിയിപ്പോൾ വീഡിയോസ് ഇങ്ങനെ എടുത്തെടുത്താണല്ലോ നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുക. അപ്പോൾ എന്തെങ്കിലും വീഡിയോസിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഓക്കെ. പയ്യെ ഞാനെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ പിന്നീട് എന്തെങ്കിലും വിശേഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഇനി മിക്കവാറും ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും ഞാൻ ചിലപ്പോൾ വീഡിയോ എടുക്കുക. അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വല്യമ്മയും മൊഞ്ചേച്ചൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യും.
പിന്നെ ചിലപ്പോൾ അമ്മൂമ്മയ്ക്ക് ചിലപ്പോൾ വലിയ വീഡിയോസൊക്കെ എടുത്തു കൊടുക്കും കേട്ടോ. അമ്മൂമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലുണ്ട്, സൗദാമിനീസ് വേൾഡ് എന്നാണ് അമ്മൂമ്മയുടെ. ഇവിടെ നമുക്ക് നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. എല്ലാവർക്കും എന്താ പറയുക, ഇഷ്ടമാണ് അങ്ങനെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഓരോ കണ്ടൻറ്റാണ് എല്ലാവരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വല്യമ്മയും പൊഞ്ചേച്ചൊക്കെ വന്ന ദിവസം ഇനി എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പിന്നീട് അവരെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ ഗൈസ്, ശരി. അപ്പോൾ ഇനിയിപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, കണ്ടോ ആ ഒരു സൺറൈസ് വന്നിട്ട് നല്ല രസമില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ. എന്നിട്ട് ആ ഒരു റേസിൽ ആ ഒരു ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ അവിടെ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ. അതൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ. ആരാ നോക്കിയേ ഗൈസ്, ഈ ആരാ വന്നേക്കണേ നോക്കിയേ. ഹായ് പറ, ഇന്നെ നോക്കണേ. ഹായ് പറ. ഗൈസ്, അപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. പൊടിയരിക്കഞ്ഞി പിന്നെ പപ്പടം, ചമ്മന്തി, തേങ്ങ ചമ്മന്തിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിലാണെന്നുണ്ടെങ്കിലും ഇവിടെയാണെങ്കിലും നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വീട്ടിലമ്മ ഇടയ്ക്കിടയ്ക്ക് കഞ്ഞി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അമ്മ അച്ഛമ്മയൊക്കെ കുടിക്കും, പക്ഷെ ഞാൻ കുടിക്കാൻ വല്ലപ്പോഴും കുടിക്കാറുള്ളൂ. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് കൂടുതൽ കുടിക്കാറുള്ളത്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കഞ്ഞിയും ചമ്മന്തിക്ക്. ആ ഒരു എല്ലാം കൂടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചമ്മന്തിക്കാണെങ്കിൽ നല്ല എരിവൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഗൈസ്, അപ്പം ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു സുഖം തോന്നണില്ല. ആകെ മൊത്തം ഒരു ജലദോഷത്തിൻ്റെ കോളും അതുപോലെ തന്നെ ചെറിയ കിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കുണ്ടായിരുന്നു, രാവിലെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ. പക്ഷെ അതിപ്പോൾ ജലദോഷത്തിലോട്ട് കടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ചെറിയൊരു ചുമയൊക്കെ ഉണ്ട്. അത് വൈകാണ്ട് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പം ഞാനപ്പോൾ നേരത്തെ ഗാർഗിളൊക്കെ ചെയ്ത് അങ്ങനെ മാറുകയാണെങ്കിൽ മാറിക്കോട്ടെ എന്ന് വിചാരിച്ച്. കാരണം ഈ ചുമ എന്ന് പറഞ്ഞ സംഭവം വന്നു കഴിഞ്ഞാൽ ബാക്കി എന്താണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം. ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ കൊക്കരക്കോ ആയിരിക്കും. അപ്പോൾ എനിക്കപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ച് ദിവസം ശ്രദ്ധിക്കാമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം മൈൻഡാക്കിയില്ല. ഓറഞ്ചും പഴമൊക്കെ കഴിച്ചു. ആക്ച്വലി തൊണ്ടവേദനയുണ്ടെങ്കിൽ അതൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. മേ ബി ചിലപ്പോൾ അത് കഴിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ചുമയിലോട്ടും ജലദോഷത്തിലോട്ടും കടന്നത്, എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു. തല കുളിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷെ എനിക്കൊരു സുഖം തോന്നി. ഐ മീൻ ഒരു എന്താ പറയുക, ഒരു ചൂടൊക്കെ എടുത്തപ്പോൾ ഞാൻ വെച്ച് തല കുളിച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടുന്ന പോലെ തല കുളിച്ചത്. അപ്പം അറിയത്തില്ല, കുഴപ്പമുണ്ടാവില്ല എന്ന് ഇരിക്കുന്നു. 2 ദിവസം കൊണ്ടെല്ലാം മാറ്റണം എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. പിന്നെന്താ, ഫുഡ് കഴിച്ചതിന് ശേഷം പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു വീഡിയോസ്. അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തൊട്ട് ഇന്ന് ഫുൾ എഡിറ്റിംഗ് ആയിരുന്നു. കാരണം കുറേ സംഭവങ്ങൾ ഇങ്ങനെ ചവറ് പോലെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറേ എന്താ പറയുക, പോരായ്മകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ഷമിച്ച് നിങ്ങൾ എന്താ പറയുക സഹകരിക്കണം. കാരണം ഇനിയുള്ള വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഓരോരോ വീഡിയോസിലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ.